എല്ലാവർക്കും നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ സമയം ഒരുപാടായി, ലേറ്റായി. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പം ഒരു സ്പാർക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ഇടാൻ മറന്നു പോകല്ലേ. ശരി, അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഉണ്ണിയപ്പം ആക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അരിപ്പൊടി ആദ്യം 1 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പോളം ആട്ടപ്പൊടിയാണ്. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു റോബസ്റ്റ പഴം ഞാൻ അരച്ച് വെച്ചതാണ്. പിന്നെ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. എള്ളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു കപ്പ് ശർക്കര പാനിയാക്കി വെച്ചതാണ്. പിന്നെ ജീരകം വേണം, ഏലക്ക വേണം. പിന്നെ മിക്സിങ്ങിന് ആവശ്യമായ ശർക്കര പാനി ഒഴിച്ച് കഴിയുമ്പോൾ മിക്സിങ്ങിന് അത് ചിലപ്പോൾ കുറച്ച് കുറുകുമായിരിക്കും. അപ്പോൾ അത് മിക്സിങ് ആവശ്യമായിട്ടുള്ള പച്ചവെള്ളവും വേണം. പിന്നെ വേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ബേക്കിംഗ് സോഡ ആവശ്യമാണ്. അപ്പോൾ അത് ബേക്കിംഗ് സോഡയും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ പണിയായുധങ്ങൾ മസ്റ്റാണ്. ഇത് വേണം. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വിസ്ക് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. അപ്പോൾ പാത്രം സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അരിപ്പൊടി ഇടുകയാണ്. 1 കപ്പ് അരിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടു, ആട്ടപ്പൊടി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും ഇട്ടു. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ശർക്കരയുടെ പാനിയാണ്, ഇതൊഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ്. ശരിക്കും ഉണ്ണിയപ്പം എന്ന് പറയണത് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ണിയപ്പം ഒരു ഇഷ്ടമുള്ള ഒരു പലഹാരമായിരുന്നില്ല. ഞാൻ അബുദാബിയിൽ ജോലി ചെയ്യാൻ പോയപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട് രമ്യ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നു. അപ്പോൾ അന്ന് തൊട്ടാണ് ഉണ്ണിയപ്പത്തിനോട് എനിക്കൊരു ഭയങ്കരമായ ഇഷ്ടമായി തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത്രയും തന്നെ ടേസ്റ്റായിട്ട് കഴിച്ചിരിക്കുന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഒരു എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പം അവിടുത്തെ മാം ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി. അവർക്ക് എൻ്റെ ബിസിനസ്സാണ് കേട്ടോ. പിന്നെ ആ മാം ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ് പിന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം തോന്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണം എന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ആ തോന്നലിൻ്റെ പുറത്താണ് ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ പഴം അരച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യണേ. ഇത് ശകലോടെ ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം കേട്ടോ. തേങ്ങ വറുത്തതും എള്ളും ആഡ് ചെയ്യണേ. തേങ്ങ നെയ്യില വറുത്ത കേട്ടോ. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ ജീരകവും ഏലക്കായും പൊടിച്ച് വെച്ചിരുന്നതാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഞാനൊരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ, അതിൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് നല്ലതായിട്ട്. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 അവർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞ് എടുത്ത പണിയായുധങ്ങൾ കഴുകി വെക്കാൻ മറക്കരുത്. നമ്മൾ തന്നെ കഴുകി വെക്കണം. അപ്പോൾ അത് കഴുകി വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പ് വെച്ചു, എണ്ണ ഒഴിക്കുകയാണേ. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ. അതിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്.
പണ്ടൊക്കെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ ഇതുപോലെ കൊച്ചിച്ചന്മാർ തലശ്ശേരി എൻ്റെ ഒരു കൊച്ചിച്ചൻ. അപ്പോൾ കൊച്ചിച്ചൻ തലശ്ശേരി എന്നൊക്കെ വരുമ്പം വെക്കേഷന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിടും. ഭയങ്കര സന്തോഷം, നൊസ്റ്റാൾജിക്കാണ് കേട്ടോ അതൊരു ഓർമ്മ. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. എന്നെ ഇതുണ്ടാക്കാനായിട്ട് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് സഹായമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പേര് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു, രമ്യ, അബുദാബിയിലുള്ള രമ്യ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു രമ്യയാണ് എനിക്ക് ഇത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പറഞ്ഞു തന്നത് ഒരു രമ്യയാണ് കേട്ടോ. അപ്പോൾ രമ്യമാരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ആകുമെന്ന് അറിയാലോ. ഉണ്ണിയപ്പം തന്നെ ആകുമോ അതോ വേറെ എന്തെങ്കിലും ആകുമോ എന്ന് കണ്ടറിയാം. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാത്ത ചില സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം. നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമല്ലോ എന്നൊരു സന്തോഷം. അത് വലിയൊരു സന്തോഷം തന്നെയാണ് അല്ലേ. എനിക്കങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണ്. കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ശരിക്കും ഇങ്ങനെയുള്ള കുറേ റെസിപ്പീസ് നമ്മൾ കേരളീയർക്ക് ഇങ്ങനെയുള്ള കുറേ റെസിപ്പീസ് ഉണ്ട്. പഴയ കുറേ റെസിപ്പീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിക്ക വീടുകളിലും ഉണ്ടാക്കും. ഇതൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ പിന്നെയും പിന്നെ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത് നല്ല ശീലങ്ങളാണ് അതൊക്കെ. അപ്പം എനിക്ക് ഇത് ശീലത്തെക്കുറിച്ച് വലിയ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ക്യാമറാമാൻ ഇടയ്ക്കൊന്ന് ഇത് പിടിക്കുന്നതൊന്ന് സ്വല്പം ഒന്ന് താമസിച്ച് വേഗം കേട്ടോ. പകുതി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ക്യാമറാമാൻ ഓണായത്. അപ്പോൾ ഇത് പുതിയ ക്യാമറാമാനാണ് കേട്ടോ. എൻ്റെ അമ്പാടിയാണ് ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു അമ്പാടി. ശരിക്കും നമുക്ക് 2 ട്രിപ്പ് ഒഴിക്കാനുള്ള മാവേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഒപ്പം ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സെക്ഷനോട് ഒഴിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പർ ഉണ്ണിയപ്പമായിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം റെഡിയായി. ടേസ്റ്റ് ചെയ്ത് ഞാൻ വീഡിയോ പിടിച്ചിരുന്നു. ടേസ്റ്റ് നോക്കി നല്ല രുചിയായിരുന്നു കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പക്ഷേ കമൻറ്റ് മസ്റ്റാണ്. കമൻറ്റ് അറിയിച്ചോളൂ കേട്ടോ. അപ്പം സമയമുള്ള പോലെ നിങ്ങൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ, ബൈ.